എല്ലാവർക്കും തിരുവാതിര ദിനാശംസകൾ. അപ്പം ഇന്ന് തിരുവാതിരയാണ് കേട്ടോ. എല്ലാവർക്കും തിരുവാതിരയൊക്കെ ഉണ്ടോ? അപ്പോൾ ആദ്യം അതെല്ലാം എല്ലാവരും കമൻറ്റ് ചെയ്യൂ കേട്ടോ. നിങ്ങളുടെ തിരുവാതിര എങ്ങനെയാണ് ഒക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങൾ തിരുവാതിരയാണ് ഈ കാണിക്കുന്നത് കേട്ടോ വ്രതം. അപ്പം ഞാൻ രാവിലെ കുളിച്ച് വന്നിട്ട് 5 തിരിയൊക്കെ ഇട്ട് വിളക്കൊക്കെ കത്തിച്ചു, ഭഗവാനെയൊക്കെ പ്രാർത്ഥിച്ചു കേട്ടോ. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പതുക്കെ അടുക്കളയിലേക്ക് പോവാണ് കേട്ടോ. ഈ തിരുവാതിര വ്രതം എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളതാണ് കേട്ടോ. അപ്പോൾ എല്ലാ വ്രതങ്ങളും ഏകാദശി വ്രതമൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും ഇഷ്ടം തിരുവാതിരയാണ്. കാരണം ആ പഴയ കാലത്ത് തിരുവാതിര വ്രതം എപ്പോഴും എനിക്ക് എൻ്റെ തിരുവാതിരയാണ് ഓർമ്മയിൽ വരിക. എൻ്റെ അച്ഛമ്മയൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. കുട്ടിക്കാലത്ത് ഞങ്ങൾ എന്ത് രസമായിരുന്നു. ഞങ്ങൾ കുട്ടികളെല്ലാവരും നല്ല നിലാവായിരിക്കുമല്ലോ. അടുത്ത വീട്ടിലേക്കൊക്കെ രാത്രി ഓടിപ്പോവുകയൊക്കെ ചെയ്യും കേട്ടോ. ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലേക്ക് ഇപ്പുറത്തേക്ക് വീട്ടിലേക്ക് ഓടിപ്പോവും. പിന്നെ രാവിലെ നേരത്തെ എണീറ്റ് കുളത്ത് പോയിട്ട് നല്ലോണം തുടിച്ച് കുളിക്കും, മഞ്ഞളൊക്കെ തേക്കും. പിന്നെ അമ്മ എന്ത് ചെയ്യും, നല്ല അലക്കിയ നല്ല പട്ടുപാവാടയൊക്കെ ഇട്ട് തരും കേട്ടോ. അന്നാണ് ഞങ്ങൾക്ക് സ്വർണ്ണത്തിൻ്റെ കമ്മലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ തൂക്കിയൊക്കെ ഇട്ട് തരും കേട്ടോ. പിന്നെ നല്ലോണം പെൺകുട്ടികളൊക്കെ അണിഞ്ഞൊരുങ്ങി നടക്കണം എന്നാണ് പറയുക തിരുവാതിരയ്ക്ക്. അപ്പോൾ ആ ഒരു ഓർമ്മയൊക്കെ ഇപ്പം പറയാൻ പറ്റാത്ത സന്തോഷങ്ങൾ. പിന്നെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണം എന്നാണ് കേട്ടോ തിരുവാതിരയ്ക്ക്. പിന്നെ അതുപോലെ 108 വെറ്റില ചവയ്ക്കണം എന്നൊക്കെ പറയും കേട്ടോ. അതൊക്കെ നല്ല രസമാണ്. പഴമൊക്കെ വെച്ചാൽ വലിയ വാഴക്കൊലയൊക്കെ വാങ്ങി അതൊക്കെ പഴുപ്പിച്ച് നമ്മളെ വീട്ടിൽ വൈകുന്നേരം ആകുമ്പോൾ വേഷമൊക്കെ കെട്ടിയിട്ട് ആൾക്കാരൊക്കെ വരും കേട്ടോ. ക്രിസ്മസിനൊക്കെ ക്രിസ്മസ് പാപ്പയൊക്കെ വരുന്ന പോലെ അതുപോലെയല്ല, അങ്ങനെ വേഷങ്ങളൊക്കെ കെട്ടിയിട്ട് ആൾക്കാരൊക്കെ വരും കേട്ടോ. അവർക്കൊക്കെ പഴവും കാര്യങ്ങളൊക്കെ കൊടുക്കും കേട്ടോ. പിന്നെ തിരുവാതിര ഇല്ലത്ത് പോയിട്ട് തിരുവാതിരയൊക്കെ കളിക്കും കേട്ടോ അച്ചമ്മയൊക്കെ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാനും അമ്മയും കൂടെ കേട്ടോ. അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു, നീ ഒന്ന് തിരുവാതിര കളിക്കും, ഞാനൊന്ന് കാണട്ടെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ അമ്മയ്ക്ക് ഞാൻ തിരുവാതിര കളിക്കാൻ. അമ്മയ്ക്ക് ഇഷ്ടമാണ്. കാരണം മക്കൾ എന്ത് ചെയ്താലും ഇപ്പോൾ നമുക്കൊക്കെ എങ്ങനെയല്ല, അതേപോലെ മക്കൾ എന്ത് കളിച്ചാലും അമ്മമാർക്ക് ഇഷ്ടം ഉണ്ടാവുമല്ലോ. അതുപോലെ എൻ്റെ തിരുവാതിര കാണുന്നത് അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാനത് കളിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ അടുക്കളയൊന്നും നോക്കിയില്ല കേട്ടോ. ഞാൻ ചെറുതായിട്ട് അമ്മയ്ക്കൊന്ന് തിരുവാതിര കളിച്ചു കൊടുത്തു. അമ്മയ്ക്കൊരു സന്തോഷമല്ലേ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, അപ്പോഴേക്കും നമ്മളെ ചായ തിളച്ചു കേട്ടോ. അമ്മയ്ക്ക് ഞാൻ ചായ കൊടുക്കുകയാണ് കേട്ടോ. അന്നത്തെ കാലത്തായാലും പിന്നെ ഞാൻ കോട്ടയ്ക്കൽ ആര്യശാലയിൽ ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ തിരുവാതിര എനിക്കിഷ്ടമാണ് കേട്ടോ. നല്ല രസമാണ് തിരുവാതിരയ്ക്കൊക്കെ. പക്ഷെ ഞങ്ങൾ ഈ നാട്ടിലെ തിരുവാതിര വ്രതം ഒന്നും ആർക്കും അറിയില്ല കേട്ടോ. എന്താണ് തിരുവാതിര എന്നോ വ്രതം എന്താണെന്നോ ഒന്നും ആർക്കും അറിയുന്നത് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ രാവിലത്തെ ഭക്ഷണമാണ് കേട്ടോ. പഴം പുഴുങ്ങിയതും പപ്പടമൊക്കെയാണ് കേട്ടോ രാവിലെ ഞങ്ങളുടെ ഭക്ഷണം. മോഹനേട്ടനും മോനും ദോശ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ അവർക്ക് ദോശയാണ്. എനിക്കും അമ്മയ്ക്ക് ഈ പഴം പുഴുങ്ങിയതുണ്ട്, പിന്നെ പപ്പടമുണ്ട്, പിന്നെ കൂവ വിരകിയതുണ്ട് കേട്ടോ. അപ്പോൾ കൂവ വിരകിയത് ഞാൻ എന്താണ് ഷോർട്ടായിട്ടാണ് ഇടുന്നത്, ഇതിൽ കാണിക്കുന്നില്ല. ഷോർട്ടായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് പിന്നെ ഷോർട്ടിൽ കാണാം കേട്ടോ. അപ്പോൾ കൂവ വിരകിയതും അതൊക്കെയാണ് ഇന്നത്തെ ഭക്ഷണം. പിന്നെ വറുത്തകായ ചിപ്സ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് രാവിലെ ഞങ്ങൾ കഴിച്ചത് കേട്ടോ. പിന്നെ പണ്ടത്തെ പോലെ വെറ്റില മുറുക്കുന്നൊന്നുമില്ല. വെറ്റിലേൻ്റെയൊക്കെ വിഷാംശമൊക്കെ അറിയുന്നതുകൊണ്ട് വെറ്റിലയും പാക്കൊന്നും വാങ്ങി തന്നില്ല, ഒട്ടും മുറുക്കിയിട്ടുമില്ല കേട്ടോ. അതൊന്നുമില്ല. പിന്നെ അപ്പം അങ്ങനെ പപ്പടം കാച്ചിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങൾ രാവിലെ കഴിച്ചത് കേട്ടോ. നമ്മുടെ കൂവ, പിന്നെ അതേപോലെ പഴം പുഴുങ്ങിയത്, പപ്പടം, ഇതാണ് രാവിലെ ഞങ്ങൾ കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, അപ്പോഴാണ് മോഹനേട്ടനും അമ്മയൊക്കെ കൂടെ, അമ്മ കൂർക്കിലൊക്കെ അമ്മ നന്നാക്കി തന്നു കേട്ടോ. ഞാൻ ചെറുപയർ ഇടുന്നില്ല, ബാക്കി ചേമ്പ്, കായ, കൂർക്കിൽ, കപ്പ ഇതൊക്കെ കൂടെ ഇട്ടിട്ടാണ് കേട്ടോ പുഴുക്ക് വെക്കുന്നത്. കാച്ചിലൊന്നും കിട്ടിയില്ല, എന്താണെന്നറിയില്ല. അതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം കൂടെ ഇട്ടിട്ട് പുഴുക്ക് വെക്കായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടെ ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു പുഴുക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് അമ്മ പറഞ്ഞു അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ തുടയ്ക്കട്ടെ എന്ന്. അമ്മേനോട് വേണ്ട പറഞ്ഞാൽ കേൾക്കില്ല. അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ വിരുന്നുകാരിയാണ്. അപ്പോൾ ഞാൻ വേഗം അമ്മേൻ്റെ ഇഷ്ടം പോലെ തന്നെ ചെയ്തോട്ടെ എന്ന്. അങ്ങനെ ഞാൻ ആ പുഴുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, പാത്രം കഴുകാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇന്ന് ചോറ് എന്തായാലും വെക്കുന്നില്ല. വിൻകുട്ടൻ പറഞ്ഞു കഞ്ഞിയാണെങ്കിൽ എനിക്ക് എന്തായാലും ചോറ് വേണം, കഞ്ഞിയല്ല അമ്മ ഉപ്മാവാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ ചോറ് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ എങ്ങനെ തന്നെ ആയിക്കോട്ടെ. അപ്പോൾ എല്ലാവർക്കും ഉപ്മാവ് ഉണ്ടാക്കി കേട്ടോ. അപ്പോഴേക്കും എന്താ ചെയ്യണം, അമ്മ തുടയ്ക്കാൻ തുടങ്ങിയിട്ട് അമ്മ അവിടെ നിന്ന് വന്ന് തുടയ്ക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ തുടയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അടുക്കളയിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ് കേട്ടോ. അപ്പോൾ തിരിച്ചു വന്നാൽ അപ്പോഴേക്കും എന്തായി, നമ്മുടെ അതിലത്തെ ഇതൊക്കെ പോയി റെഡിയായി കേട്ടോ. ഭക്ഷണങ്ങളൊക്കെ വെന്തു. അപ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് എന്ത് ചെയ്തു, ചതച്ച് വെച്ച പച്ചമുളകും തേങ്ങയും കൂടെ ചതച്ച് വെച്ചതിട്ട് കരുവേപ്പിലയിട്ട് വെളിച്ചെണ്ണയാക്കിയപ്പോഴേക്കും എന്തായി, നല്ല അടിപൊളി പുഴുക്ക്. കുറച്ച് വെള്ളം പോലെയാണ് കേട്ടോ ആക്കിയത്. കാരണം ഉച്ചയാകുമ്പോഴേക്കും എന്താവും, ഇത് ഒന്ന് ഉറയ്ക്കുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് വെള്ളം പോലെ എടുത്തത്. അപ്പോൾ ഉപ്മാവിന് കൂട്ടി കഴിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അമ്മ ടേസ്റ്റ് നോക്കട്ടെ, അമ്മേനോട് ഞാൻ പറഞ്ഞു അമ്മ ഒന്ന് ടേസ്റ്റ് വെക്കുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു നല്ല സ്വാദുണ്ട്, പക്ഷെ ഇത്തിരി എരിവ് കൂടി. ചിലപ്പോൾ തണുക്കുമ്പോൾ ഉച്ചയാകുമ്പോഴേക്കും അങ്ങ് റെഡിയാവുമായിരിക്കും. നല്ല ചൂടോടെയോ കൊടുത്തു, അമ്മേൻ്റെ വായയും പൊള്ളി. അതാ രസം, അമ്മേൻ്റെ വായ പൊള്ളി ആക്ഷനാണ് കേട്ടോ. ഇനി കാണുന്ന വലിയൊരു കഷ്ണം കപ്പെടുത്തിട്ട് വായിലിട്ടതാണ്, വായ പൊള്ളി കേട്ടോ, പൊള്ളിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഉപ്മാവ് ഉണ്ടാക്കാം. അപ്പോൾ അമ്മയും മോനും കൂടെ അപ്പുറം പോയിരുന്നു, അവൻ എഴുതുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മയും മോനും കൂടെ അപ്പുറം പോയിട്ട്
കളിക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്തു, പിന്നെ ഉപ്മാവോടെ ഉണ്ടാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഉപ്മാവോടെ ഉണ്ടാക്കി വെച്ചാൽ ആയല്ലോ. പിന്നെ പപ്പടമുണ്ട്, പുഴുക്കുണ്ട്, ഉപ്മാവുണ്ട്. അപ്പോൾ ഇന്ന് ഇതാണ് ഉച്ചത്തെ ഭക്ഷണം കേട്ടോ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം, അതായത് ശനിയാഴ്ചയല്ല വെള്ളിയാഴ്ച 8 മണിക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ തിരുവാതിര ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 5 മണി വരെ ഉള്ളൂ, അതായത് ശനിയാഴ്ച 5 മണി വരെ ഉള്ളൂ വ്രതം. പിന്നെ നമുക്ക് അത് വ്രതം മുറിക്കാം കേട്ടോ. ശനിയാഴ്ച 5 മണിക്ക് ശേഷം നമുക്ക് വ്രതം മുറിക്കാം. അപ്പം അങ്ങനെ ഞാൻ ഉപ്മാവിന് റവയൊക്കെ ഇട്ട്, ഉപ്മാവ് ഉണ്ടാക്കുന്നൊന്നും കാണിക്കണ്ടല്ലോ. പിന്നെ ഉപ്മാവ് ആയപ്പോൾ ഞാൻ അതിൽ കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് ഉപ്മാവ് റെഡിയാക്കി. അപ്പം ഇന്ന് എല്ലാവർക്കും ഉച്ചയ്ക്ക് തന്നെ എല്ലാവർക്കും ഭക്ഷണം. അപ്പം ഞാൻ സെറ്റ് മുണ്ട് വേഷ്ടിയൊക്കെ എടുത്ത് മലയാളി മങ്കിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താ പറയുക, നിങ്ങളെ ആഘോഷങ്ങളും ഇതേപോലെ പങ്കുവയ്ക്കൂ. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.